എല്ലാവർക്കും ഇപ്പം കുറേയേറെ അറിയാവുന്നൊരു വെറൈറ്റി ആയിരിക്കും ഹവായൻ വൈറ്റ്. നിറയെ പൂക്കുകയും ഒരുപാട് ദിവസം പൂ നിൽക്കുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. അപ്പം നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫും അതുപോലെ തന്നെ നിറച്ച് പൂത്ത് നിൽക്കുകയും എപ്പോഴും പൂവാണ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് കഴിയുമ്പോൾ അടുത്ത സെറ്റ് പൂ തുടങ്ങും. അങ്ങനെ ഒരു രീതിയിൽ പൂക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഹവായൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഹവായൻ പിങ്കും ഉണ്ട്, പക്ഷേ ഇവിടെ ഹവായൻ പിങ്ക് പൂത്തൊന്നും തുടങ്ങിയിട്ടില്ല. ഞാനത് കാണിച്ചു തരാം. എനിക്ക് ഹവായൻ വൈറ്റ് 2 പ്ലാന്റ് ഉണ്ട്. ഇത് അവിടുത്തത് ഇത് സെക്കൻഡ് സ്റ്റെപ്പ് പൂത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് കാണിച്ചു തരാം. വേണ്ട, പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. പൂവെല്ലാം ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഇത് 2ാമത്തെ സ്റ്റെപ്പ് പൂക്കളാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് എപ്പോഴും ഹവായൻ വൈറ്റ് നല്ലത്. കാര്യം വേറൊന്നുമില്ല, ഹവായൻ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പിടിപ്പിച്ച പ്ലാന്റ് വാങ്ങുവാണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ മഴ കഴിഞ്ഞിട്ട് അത് സർവൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹവായൻ വൈറ്റ് നല്ലൊരു ഇനമാണ്. പക്ഷേ സൂക്ഷിച്ചും കണ്ടും വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളുക. നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ മഴയും വെയിലും ഒന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ മഴയൊക്കെ സർവൈവ് ചെയ്ത് നിന്നോളും.